ഇത്തരം ആഭാസങ്ങൾ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഓരോ ആഭാസങ്ങളാണ് വെളിയങ്കോട് നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വെളിയങ്കോട് നേർച്ച നടക്കുന്നത് ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതാണ് സൂറത്തുൽ മക്കാം. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വെളിയങ്കോട് നേർച്ച വർഷം വർഷം ഇത്രയും ആഘോഷത്തോടു കൂടി നടത്തപ്പെടുന്നത്, ആന പരിവാരങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇതാണ് സൂറത്തുൽ മക്കാം. അപ്പോൾ അറബി നാട്ടിൽ നിന്ന് ഗുജറാത്തിലെ സൂറത്തിലേക്ക് വരികയും പിന്നെ സൂറത്തിൽ നിന്ന് നമ്മുടെ വെളിയങ്കോടിലേക്ക് വരികയും ചെയ്ത മഹാനവറുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഫുള്ള് മക്കാമുകളാണ് കാണുന്നത്, മുഴുവൻ മക്കാമുകളാണ്. ഇത് മുഴുവനും മക്കാമുകളാണ്. സൂറത്ത് ഫുള്ള് മക്കാമുകളാണ്. ഇവിടെയാണ് വർഷം വർഷം നേർച്ച, വെളിയങ്കോട് നേർച്ച എന്ന പേരിൽ ഇത്രയും ആനകളും പരിവാരങ്ങളുമായിട്ട് നടത്തപ്പെടുന്നത്. കാണാം. ഇതാണത് ആന ദേ വരുന്നുണ്ടാവും. പള്ളിയിലേക്കാണ് ആന, പള്ളീൻ്റെ അടുത്തേക്കാണ് ആന വരുന്നത്. വാ ഇങ്ങോട്ട് പോയോ. ഇതെല്ലാം മക്കാമുകളാണ്. ഇതൊക്കെ തങ്ങന്മാരെ മക്കാമുകളാണ്. അപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് സൈനുദ്ദീൻ മഖ്ദൂം മസ്ജിദിലാണ് വെളിയങ്കോട് സൈനുദ്ദീൻ മഖ്ദൂമിലാണ് നടത്തപ്പെടുന്നത് എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. എന്നാലല്ല, സൂറത്തുൽ മക്കാമുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വെളിയങ്കോട് നേർച്ച നടത്തപ്പെടുന്നത്. ഇതാണ് സൂറത്തുൽ മക്കാം. ഇപ്പോഴല്ല, അതിൻ്റെ ആഘോഷ പരിപാടികൾ 10-30ഓളം ആനകളുമായിട്ട് ഒരുപാട് പരിപാടികൾ, ഒരുപാട് കാഴ്ചകളൊക്കെ നടക്കാനുണ്ട്. വൈകിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകളും ലൈവുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആന തലപ്പൊക്കം കാട്ടുന്ന വേടിയാണ്. ഇതിനെ ബാക്കിക്കുന്നു ഉള്ളിലേക്ക് അവിടെ നിന്ന് സുഖമായിട്ട് കാണാം.